നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. തൊഴിലുടമകൾക്ക് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ടൂൾ കിറ്റുമായി UAE. ദുബായ്. UAEയിൽ തൊഴിലാളികളുടെ അവകാശങ്ങളും നിയമങ്ങളും സംബന്ധിച്ച് തൊഴിലുടമകൾക്ക് അവബോധം നൽകുന്നതിനായി തൊഴിലുടമ ബോധവൽക്കരണ ടൂൾ കിറ്റ് എംപ്ലോയർ അവയർനെസ് ടൂൾ കിറ്റ് പുറത്തിറക്കി. മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ ഈ ടൂൾ കിറ്റ് വഴി സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ഇറങ്ങണം, നിയമം പാലിക്കണം. UAEയിൽ സ്കൂൾ തുറക്കൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി പോലീസ്. UAEയിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അബുദാബി പോലീസ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സ്കൂൾ തുറക്കുന്നതോടെ നിരത്തുകളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ എല്ലാവരും നേരത്തെ പുറപ്പെടണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി വാഹനം ഓടിക്കണമെന്നും രക്ഷിതാക്കളോടും സ്കൂൾ ബസ് ഡ്രൈവർമാരോടും പോലീസ് അഭ്യർത്ഥിച്ചു. കുട്ടികളെ കയറ്റാനും ഇറക്കാനും റോഡിന് നടുവിൽ വാഹനം നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. സൗദി അറേബ്യയിൽ സ്കൂളുകൾ തുറക്കുന്നു, വിപണി സജീവം. സൗദി അറേബ്യയിൽ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിപണിയിൽ തിരക്ക് വർദ്ധിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ, യൂണിഫോം, മറ്റ് സ്കൂൾ സാമഗ്രികൾ എന്നിവയ്ക്കായുള്ള ആവശ്യകതയാണ് വർദ്ധിച്ചത്. പുസ്തകശാലകളും സ്റ്റോറുകളും ഇത് പ്രയോജനപ്പെടുത്തി നിരവധി ഓഫറുകളും വിലക്കിഴിവുകളും നൽകുന്നുണ്ട്. സൗദിയിൽ കനത്ത മഴയ്ക്ക് സാധ്യത, കാലാവസ്ഥാ മുന്നറിയിപ്പ്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച മുതൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മക്ക, മദീന, റിയാദ് ഉൾപ്പെടെ 6 പ്രദേശങ്ങളിൽ അടുത്ത ആഴ്ച വരെ മഴ തുടരാൻ സാധ്യതയുണ്ട്. ജസാൻ, അസീർ, അൽബഹ, മക്ക, മദീന, അൽ മുനവ്വറ, തബൂക്ക് എന്നീ പ്രദേശങ്ങൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അൽ ഖുവൈർ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായി മസ്കറ്റിൽ ഗതാഗത നിയന്ത്രണം. മസ്കറ്റിലെ അൽ ഖുവൈർ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിനോട് ചേർന്നുള്ള സർവീസ് റോഡ് ഭാഗികമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഈ റോഡ് അടച്ചിടൽ ഓഗസ്റ്റ് 25 വരെ തുടരും. പ്രദേശത്തെ ഗതാഗത കുരുക്ക് കുറക്കുക, ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ റോഡ് അടച്ചിടുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. വിവാഹത്തിനൊരുങ്ങുന്നവർക്ക് മാനസികാരോഗ്യ പരിശോധനയും ലഹരി ഉപയോഗ പരിശോധനയും നിർബന്ധമാക്കാൻ ബഹ്റൈനിൽ വിവാഹത്തിന് മുൻപുള്ള പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങുന്നു. നിലവിലെ നിയമപ്രകാരം പരമ്പരാഗത സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള പരിശോധന മാത്രമാണ് നടത്തുന്നത്. എന്നാൽ പുതിയ നിയമനിർമ്മാണത്തിലൂടെ മാനസികാരോഗ്യ പരിശോധനയും ലഹരി ഉപയോഗ പരിശോധനയും നിർബന്ധമാക്കാനാണ് ബഹ്റൈൻ ലക്ഷ്യമിടുന്നത്. ഈ മാറ്റങ്ങൾ അടങ്ങിയ കരട് നിയമം ജനപ്രതിനിധി സഭയുടെ സർവീസ് കമ്മിറ്റി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.